ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. അപ്പോൾ നമ്മുടെ HSAയുടെ മൊഡ്യൂൾ 3 മെത്തഡോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിൽ ഒസബലിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഒസബൽ തിയറി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒസബൽ തിയറി ഓഫ് മീനിങ് ഫുൾ ലേണിംഗ്. അപ്പോൾ മീനിങ് ഫുൾ ലേണിംഗ് തിയറി കൊണ്ടുവന്നത് ആരാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ആ ഒരു പേര് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഡേവിഡ് പി ഒസബൽ വാസ് ദ പയനിയർ ഓഫ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി. ദെൻ ഹി വാസ് എൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. വെർബൽ ലേണിംഗ് ഇസ് ദ മെയിൻ കൺസേൺ ഓഫ് ഹിസ് തിയറി. അപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് വെർബൽ ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇദ്ദേഹമാണ് പയനിയർ ഓഫ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി. ആരാണ് ചോദിക്കുന്നത്? അതും ഡേവിഡ് പി ഒസബൽ ആണ് കേട്ടോ. ദെൻ ഹി എക്സ്പ്ലെയിൻസ് ഹൗ ദ ലേണർ ഇൻകോർപ്പറേറ്റ്സ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു ദെയർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ദാറ്റ് മീൻസ് സ്ട്രക്ചർ ഓഫ് നോളജ് ഇൻ മൈൻഡ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പുതിയ ഇൻഫർമേഷൻസ് എല്ലാം ഒരു ലേണർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. For him, the existing cognitive structure is the main factor influencing learning and retention of new മെറ്റീരിയൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നമുക്ക് ഉള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ ഉള്ള ആ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറാണ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന ഫാക്ടറും. അതുപോലെ തന്നെ പുതിയൊരു കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ആ ലേൺ ചെയ്യാനുള്ള ഓരോ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിനാണ് ഇത് ഇമ്പോർട്ടൻസ് പറയുന്നത് കേട്ടോ. ഹി വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ എ ചൈൽഡ് എക്വയർ നോളജ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കുട്ടികൾ എങ്ങനെ നോളജ് എക്വയർ ചെയ്യുന്നു എന്ന കാര്യത്തിലൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെ പഠനം നടത്തി അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. എയ്തർ ഹി റിസീവ്സ് നോളജ് ദാറ്റ് ഇറ്റ് പ്രസൻറ്റഡ് ടു ഹിം ഓർ ഗെറ്റ്സ് നോളജ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ ഹിം ത്രൂ ഡിസ്കവർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു നോളജ് ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ഹിം. അപ്പോൾ അവർക്ക് കിട്ടുന്ന നമ്മൾ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ടീച്ച് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് ടീച്ച് ചെയ്യുന്നതിലൂടെ അവർക്ക് നോളജ് അവർ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ദ ഗെറ്റ്സ് നോളജ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ ഹിം ത്രൂ ഡിസ്കവറി. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തി ഓരോരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ അങ്ങനെ ഇദ്ദേഹം ഒരു 4 ടൈപ്സ് ഓഫ് ലേണിങ്ങിനെ കുറിച്ച് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒസബൽ അഡ്വക്കേറ്റഡ് 4 ടൈപ്സ് ഓഫ് ലേണിംഗ് സച്ചസ്. അപ്പോൾ ഏതൊക്കെ ലേണിംഗ് ആണെന്ന് നോക്കാം. റിസപ്ഷൻ ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, റോട്ട് ലേണിംഗ്, മീനിങ് ഫുൾ ലേണിംഗ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു 4 ലേണിങ്ങിനുമായി ബന്ധപ്പെട്ട് 1-2 പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം റിസപ്ഷൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. When child merely receives knowledge that is presented to him via classroom teaching, textbook, reference materials, various aids, etc. is known as reception learning എന്നാണ്. അപ്പോൾ നോക്കൂ, ഒരു കുട്ടി നോളജ് റിസീവ് ചെയ്യുന്നു ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ഹിം വിയ ക്ലാസ് റൂം ടീച്ചിങ്. ദാറ്റ് മീൻസ് ഒരു ക്ലാസ് റൂം ടീച്ചിങ് വഴി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വഴി അല്ലെങ്കിൽ ഒരു റെഫറൻസ് മെറ്റീരിയൽസ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയസ് എയ്ഡ്സ് വഴി കുട്ടി നോളേജ് റിസീവ് ചെയ്യുവാണെങ്കിൽ അതിനാണ് ഇദ്ദേഹം റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വെൻ എ ടീച്ചർ ടീച്ചേഴ്സ് ഹിസ് ഓർ ഹെർ ലേണർ അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, ലേണർ റിസീവ് ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ ടീച്ചർ ഈസ് നോൺ ആസ് റിസപ്ഷൻ ലേണിംഗ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ കുട്ടിക്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. പിന്നെ ടീച്ചർ ടീച്ചേഴ്സ് ഹിസ് ലേണേഴ്സ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് കുട്ടീനെ ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലേണർ എന്ത് ചെയ്യുന്നു? ആ ഒരു എൻവയോൺമെൻറ്റുമായി ആ ഒരു കൺസെപ്റ്റ് കുട്ടി എന്താണ് മനസ്സിലാക്കുന്നു ആസ് എക്സ്പ്ലെയിൻഡ് ബൈ ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ആ ഒരു നോളജ് കുട്ടി റിസീവ് ചെയ്തിട്ട് ആ ഒരു കാര്യം ലേൺ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിസപ്ഷൻ ലേണിംഗ്. സോ നിങ്ങൾ ഓർത്താൽ മതി, റിസീവ് ചെയ്യുക ആസ് പ്രസൻറ്റഡ് ബൈ ദ ടീച്ചർ ഓർ സമ്മൺ. ദാറ്റ് മീൻസ് ഒരു ടീച്ചർ പ്രസൻറ്റ് ചെയ്തതിലൂടെ ആ ഒരു നോളജ് ഒന്ന് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഡയറക്ട്ലി ഓക്കെ ടെക്സ്റ്റ് ബുക്ക് വഴി ആ ഒരു നോളജ് റിസീവ് ചെയ്യുന്നു. ആ ഒരു ലേണിങ്ങിനെയാണ് റിസപ്ഷൻ ലേണിംഗ് എന്ന് ഇദ്ദേഹം പറയുന്നത്. ഹിയർ ചൈൽഡ് ഓൺലി റിസീവ് നോളജ് ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ഹിം. നോക്കൂ, ഇവിടെ എന്താണ് കുട്ടി എന്താണ് എങ്ങനെയാണ് നോളജ് റിസീവ് ചെയ്തത്? ഓൺലി റിസീവ്സ് നോളജ് ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ടു. എങ്ങനെയാണ് ഇപ്പോൾ ടീച്ചർ എന്താണാവോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്താണാവോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ ഒരു നോളജ് ആണ് കുട്ടിക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജാണ് അവിടെ കിട്ടുന്നത്. ഹിയർ ചൈൽഡ് ഓൺലി റിസീവ്സ് നോളജ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ടു ഹിം. എങ്ങനെയാണോ കുട്ടിക്ക് അത് പ്രസൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏത് വഴി അല്ലെങ്കിൽ എങ്ങനെയാണ് അതായത് ടെക്സ്റ്റ് ബുക്കിലൂടെയാണോ അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചിങ്ങിലൂടെ എങ്ങനെ ടീച്ചർ എങ്ങനെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു ആ ജസ്റ്റ് ഓൺലി അതൊന്ന് റിസീവ് മാത്രം ചെയ്യുന്നു. സോ അതിലൂടെ കുട്ടിക്ക് ലേണിംഗ് അല്ലെങ്കിൽ നോളജ് കിട്ടുന്നു എന്നൊരു രീതിയിലേക്കാണ് ഒരു റിസപ്ഷൻ ലേണിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്ലിയർ അല്ല. അപ്പോൾ റിസീവിലൂടെ അതായത് കൺസെപ്റ്റ് ലേണർ അല്ലെങ്കിൽ ടീച്ചേഴ്സിലൂടെ എന്തെങ്കിലും രീതിയിൽ റിസീവ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു ലേണിങ്ങിനെയാണ് റിസപ്ഷൻ ലേണിംഗ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയാലും ഇനി അടുത്ത് നോക്കൂ ഡിസ്കവറി ലേൺ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു? കണ്ടെത്തൽ പഠനമാണല്ലേ. അപ്പോൾ വെൻ ചൈൽഡ് ഗെറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ ഇൻഫർമേഷൻ ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്വയം കുട്ടി കണ്ടെത്തി
പഠിക്കുന്ന ഒരു ലേണിംഗ് ആണ് നമ്മൾ പറയുന്നത് ഡിസ്കവറി ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഇൻ വിച്ച് ലേണർ ഹിംസെൽഫ് ഫൈൻഡ്സ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് നോളജ്. അപ്പോൾ ഇതൊരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇവിടെ കുട്ടി തന്നെ സ്വയം അല്ലേ തൻ്റെ പ്രസൻറ്റ് നോളജ് അല്ലെങ്കിൽ തൻ്റെ പാസ്റ്റ് നോളജ് എല്ലാം യൂസ് ചെയ്ത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ കണ്ടെത്തൽ പഠനമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിനെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലേണർ ഹെർസെൽഫ് learns new information through experimentation in laboratory or discovers new ideas through project work. അപ്പോൾ ഒരു ലേണർ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പുതിയൊരു അറിവ് നേടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വർക്കിലൂടെ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് എന്ത് പറയാം, അപ്പോൾ സ്വന്തമായിട്ട് അല്ലേ സ്വന്തമായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു കൺക്ലൂഷനിൽ എത്തുന്നു, അതിലൂടെ ഒരു കാര്യങ്ങൾ അവർ ലേൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ കണ്ടെത്തൽ പറഞ്ഞാൽ ഡിസ്കവറി ലേണിംഗ് ആണല്ലേ. സോ ഇതാണ് ഇവിടെ ഡിസ്കവറി ലേണിംഗുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, റോട്ട് ലേണിംഗ്. അപ്പോൾ നമുക്ക് റോട്ട് ലേണിംഗ് നമ്മൾ കാണാപ്പാഠം പഠിക്കുക, അത് തന്നെയാണ്. മെമ്മറൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ റിപ്പീറ്റേഷൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോൺ ആസ് റോട്ട് ലേണിംഗ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് നമ്മുടെ ഓർത്ത് വെക്കുന്ന ഒരു രീതി, അതാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കൺസെപ്റ്റ് മനസ്സിലാവണം എന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ നോക്കൂ, മെമ്മറൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ റിപ്പീറ്റേഷൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോൺ ആസ് റോട്ട് ലേണിംഗ്. ചിൽഡ്രൻ ഇൻ പ്രൈമറി ക്ലാസ്സസ് ലേൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ബൈ റോട്ട് വിത്തൗട്ട് നോയിങ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാം ചെറിയ കുട്ടികൾ നമ്മൾ റിപ്പീറ്റ് കാണാപ്പാടമാണ് പഠിക്കുക അല്ലെ, കാണാതെ പഠിക്കണം പ്രൈമറി ക്ലാസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ. അത് കറക്റ്റായിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണോ അല്ല അല്ലേ. അപ്പോൾ അത് തന്നെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം റോട്ട് ലേണിംഗ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇദ്ദേഹം മീനിങ് ഫുൾ ലേണിംഗിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഇദ്ദേഹം പറയുന്ന അടുത്തൊരു ടൈപ്പ് ലേണിംഗ് ആണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, മീനിങ് ഫുൾ ലേണിംഗ് ഈസ് ആക്റ്റീവ്. മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് അതെന്താ, നമ്മൾ മീനിങ് ഫുൾ ലേൺ ചെയ്തത് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ബ്രെയിനിൽ കുറേ കാലം അങ്ങോട്ട് കിടക്കും അല്ലേ. മീനിങ് ഫുൾ ലേണിംഗ് ടേക്സ് പ്ലേസ് വെൻ ന്യൂ ഇൻഫോർമേഷൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ഇൻ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ന്യൂ ഇൻഫോർമേഷൻ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതുമൂലമായിരിക്കും മീനിങ് ഫുൾ ലേണിംഗ് നടക്കുക എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ലേണർ നോസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ആനിമൽ which is her existing cognitive structure. അപ്പോൾ ഒരു ലേണർക്ക് ആനിമൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നൗ ഹിസ് ടീച്ചർ ഷോസ് ഹിം ഹെർ പിക്ചർ ഓഫ് കങ്കാരു, എ ന്യൂ ആനിമൽ വിച്ച് ഹി ഓർ ഷീ നോട്ട് സീൻ ഏർലിയർ. അപ്പോൾ അനിമൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത്യാവശ്യം അനിമൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുട്ടിക്ക് അറിയാം. പക്ഷേ ഈ കങ്കാരു എന്ന് പറയുന്ന ഒരു പിക്ചർ കാണിക്കുകയാണ്. പക്ഷേ കങ്കാരു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല, മുമ്പ് ഒന്നും അറിയില്ലെന്ന് വിചാരിക്കുക. ദിസ് ന്യൂ ഇൻഫർമേഷൻ ഗെറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ബിക്കംസ് മീനിങ് ഫുൾ. അപ്പോൾ എന്താണ് ടീച്ചർ പറയുകയാണ് കങ്കാരിനെ കുറിച്ച്, അനിമൽസ് എന്ന് പറയുന്ന ആ എക്സിസ്റ്റിംഗ് ആയിട്ട് കോഗ്നിറ്റീവ് സ്ട്രക്ചർ കണക്ട് ചെയ്തിട്ട് ടീച്ചർ ഈ കങ്കാരുവിനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, കുട്ടിയുടെ മൈൻഡിൽ കുട്ടിയുടെ ഉള്ള ആ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷനിലോട് ഈ ഒരു പുതിയൊരു കാര്യം കൂടി കണക്ട് ചെയ്തിട്ടാണ് എന്ത് വരും മീനിങ് ഫുൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അക്കോർഡിംഗ് ടു ഓസബൽ, ബോത്ത് റിസപ്ഷൻ ആൻഡ് ഡിസ്കവറി ലേണിംഗ് ക്യാൻ ബി റോട്ട് ലേണിംഗ് ഇഫ് ദ ന്യൂ ഇൻഫോർമേഷൻ ടു ബി ലേൺഡ് ഈസ് നോട്ട് മീനിങ് ഫുള്ളി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഓസബിളുടെ അഭിപ്രായ പ്രകാരം നമ്മൾ മുമ്പ് പറഞ്ഞ റിസപ്ഷൻ ലേണിംഗും ഡിസ്കവറി ലേണിംഗ് എല്ലാം തന്നെ മേ ബി എന്താവാം ഒരു റോട്ട് ലേണിംഗ് ആയിട്ട് മാറാം. എപ്പോൾ ഇഫ് ദ ന്യൂ ഇൻഫർമേഷൻ ടു ബി ലേൺഡ് ഈസ് നോട്ട് മീനിങ് ഫുള്ളി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഒരു കുട്ടിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ മീനിങ് ഫുൾ ആയിട്ട് ഒരു പുതിയൊരു കാര്യം ആഡ് ആയാൽ മാത്രമേ, നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അവിടെ എന്താവുകയുള്ളൂ, നല്ല രീതിയിലുള്ള ഒരു ലേണിംഗ് നടക്കത്തുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അതർവൈസ് അതെന്താവും ഒരു റോട്ട് ലേണിംഗ് പോലെ തന്നെ ആയേക്കാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം മീനിങ് ഫുൾ ലേണിങ്ങിനാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നോക്കൂ, ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസിലോട്ട് പോവാം. ഓസബൽ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദി മീനിങ് ഫുൾ ലേണിംഗ് ഇൻസ്റ്റെഡ് ഓഫ് റോട്ട് ലേണിംഗ്. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. അപ്പോൾ മീനിങ് ഫുൾ ലേണിങ്ങിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്, റോട്ട് ലേണിങ്ങിന് അല്ല. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ റോട്ട് ലേണിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻകറേജ് ചെയ്യാൻ പറ്റില്ല. സ്കൂൾ മസ്റ്റ് അഡോപ്റ്റ് മെത്തേഡ്സ് ത്രൂ വിച്ച് ലേണേഴ്സ് ഡെവലപ്പ് എബിലിറ്റി ടു ലേൺ മീനിങ് ഫുൾ. അപ്പോൾ സ്കൂൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എബിലിറ്റി ടു ലേൺ മീനിങ് ഫുള്ളി ലേൺ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ് ആയിരിക്കണം നമ്മൾ സ്കൂളിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മീനിങ് ഫുൾ ആയാൽ മാത്രമേ ലേണറിന് അത് പിന്നീടും യൂസ് ആവത്തുള്ളൂ അല്ലേ. ദെൻ ടീച്ചേഴ്സ് ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിറ്റൈനിങ് ഓർ മെമ്മറൈസിങ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ
ഹെൽപ്പ് ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് റിറ്റൈനിങ് ഓർ മെമ്മറി. ചുമ്മാ ഒരു കാണാപ്പാടം പഠിക്കാനല്ല ചെയ്യേണ്ടത്, ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നീഡ് ടു സ്ട്രെസ് ഓൺ മീനിങ് ഫുൾ ലേണിംഗ്. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്തിനെ ഫോക്കസ് ചെയ്യണം? മീനിങ് ഫുൾ ലേണിങ്ങിനെ ഫോക്കസ് ചെയ്യണം. സ്റ്റുഡൻറ്റ് ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ദെയർ ഓൺ കൺസെപ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ദെയർ പാസ്റ്റ് ലേണിംഗ് റിലേറ്റിംഗ് വിത്ത് പ്രസൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ കുട്ടികളെ എന്തിനെ എൻകറേജ് ചെയ്യണം? അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു പാസ്റ്റ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് പ്രസൻറ്റ് എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്ത് അവരിലൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരിൽ ഓരോരോ കാര്യം വ്യക്തമാവാൻ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. ദ ടീച്ചിങ് മെറ്റീരിയൽസ് പ്രസൻറ്റഡ് ബൈ ടീച്ചേഴ്സ് ടു ലേണേഴ്സ് നീഡ് ടു ബി പ്രോപ്പർലി സ്ട്രക്ചേർഡ്, സിസ്റ്റമാറ്റിക് ആൻഡ് മീനിങ് ഫുൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലേണേഴ്സിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർലി സിസ്റ്റമാറ്റിക് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ടായിരിക്കണം നമുക്ക് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് കോൾഡ് എസ് ഓസബൽസ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഈ ഒരു ടേം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഒരു ടൂളിൽ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ഞാൻ ഒരു ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം, നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടി കാണണം കേട്ടോ. കാരണം ഓസബലിൻ്റെ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് നമ്മളിത് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ തിയറിറ്റിലോട്ട് പോകുന്ന സമയത്ത് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തിയറി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓസബലിൻ്റെ ആ ഒരു ലേണിംഗ് തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസറുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് എല്ലാം വരുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടേതാണ് എന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ഓർഗനൈസർ ഓസബലിൻ്റെ കൺസെപ്റ്റ് ആണ്. ഇത് എന്താണ്? ഇറ്റ് ഈസ് used as a tool by teachers through which learners integrate new information with their existing knowledge in the cognitive structures and are able to form meaningful learning. അപ്പോൾ ഇതൊരു ടൂളാണ്. എന്തിനാണ്? ബൈ ടീച്ചേഴ്സ് ത്രൂ വിച്ച് ലേണേഴ്സ്, എങ്ങനെയാണ് ലേണേഴ്സ് ന്യൂ ഇൻഫർമേഷൻ എക്സിസ്റ്റിംഗ് നോളജ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടൂളാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ആൻഡ് ആർ ഏബിൾ ടു ഫോം മീനിങ് ഫുൾ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പോലെ ഒരു 30 മിനിറ്റ്സ് എബോ ആയി പോകുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ബോർ അടിച്ചാലോ എന്ന് വിചാരിച്ചാൽ ആ ഒരു കാര്യം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. ഓസബലിൻ്റെ തിയറി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് പിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്ത് ആ ഒരു ഭാഗം കൂടി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം KTET 3 പഠിക്കുന്ന അത്രയ്ക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും നമുക്ക് ആ മെയിനായിട്ട് വരുന്ന ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ആ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എല്ലാം ഈ പറഞ്ഞ ആ ഒരു മെയിനായിട്ട് വരുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ തിയറിയുമായി ബന്ധപ്പെട്ട് ഒട്ടും ആ ഒരു തിയറി അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ കണ്ടാലും മാത്രമേ തിയറിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെത്തഡോളജി റിലേറ്റ് ചെയ്ത് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇംപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു നമ്മുടെ ഒരു സിലബസിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറക്കല്ലേ, ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുന്ന ആ ഒരു ക്ലാസ്സും കൂടി ഒന്ന് കണ്ടേക്കുക അറിയാത്തവർ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക്